नमस्कार दोस्तों। तो आज हम स्वातंत्र्योत्तर हिंदी कहानी और उससे जुड़े हुए कुछ कहानीकारों के बारे में जानने की कोशिश करेंगे। 14 अगस्त 1947 को देश आज़ाद हुआ। उसके पहले वह एक परतंत्र देश था, इसीलिए उसकी मानसिकता भी परतंत्र मानसिकता थी। आज़ादी के बाद उसकी मानसिकता में परिवर्तन आना स्वाभाविक था। नई कहानी की भूमिका में कमलेश्वर लिखते हैं, देश का वैचारिक पुनर्जन्म हुआ। आज़ादी केवल राजनीतिक मूल्य के रूप में स्वीकृत नहीं हुई थी, बल्कि विचारों की एक नव क्रांति का सपना भी उससे जुड़ा हुआ था। അപ്പം നമുക്കൊക്കെ അറിയാം 14 ഓഗസ്റ്റ് 1947 നമുക്ക് എന്താ പറയുക നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുന്നത് മിഡ് നൈറ്റിലാണ്. സോ ഓഗസ്റ്റ് 15. അതിനു മുന്നേ നമ്മളെല്ലാവരും ബ്രിട്ടീഷേഴ്സിൻ്റെ എന്താ പറയുക അടിമകളായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഫിസിക്കൽ മാത്രമല്ല, മാനസികമായിട്ടുള്ളൊരു അടിമത്വം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മുടെ ഈ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ മാനസികമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം കൂടാണ് നമുക്ക് കിട്ടിയത്. ശരിക്കും നെയ് കഹാനിയെ പറ്റി നമ്മുടെ കമലേശ്വർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ശരിക്കും നമ്മുടെ ദേശത്തിന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ഒരു പുനർജന്മം തന്നെയായിരുന്നു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെയ് കഹാനി എന്ന് പറയുന്നത്. ശരിക്കും ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ മാത്രമല്ലായിരുന്നു, പക്ഷേ നമ്മുടെ ചിന്തകളായിക്കോട്ടെ, നമ്മുടെ റെവല്യൂഷൻ ആയിക്കോട്ടെ, ഇതിനെല്ലാം തന്നെ ഒരു പുനർജന്മം തന്നെയാണ് സ്വാതന്ത്ര്യത്തിലൂടെ നമുക്ക് കിട്ടിയത്. आज़ादी के प्रारंभिक वर्षों में देश की सामान्य जनता अपनी उन्नति और खुशहाली का सपना देख रही थी. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടിയ ആദ്യ കാലഘട്ടങ്ങളിൽ എന്താണ് ആൾക്കാർ ആഗ്രഹിച്ചിരുന്നത്? ഒരു ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ, അതുപോലെ വളരെ സന്തോഷം നിറഞ്ഞൊരു ലൈഫാണ് എല്ലാവരും ആഗ്രഹിച്ചിരുന്നത്. देश को खुशहाल बनाने के लिए अनेक उपाय किए गए. बांध बने, कारखाने खुले, उत्पादन बढ़ा, परंतु इन उपलब्धियों में सामान्य जनता का हिस्सा नहीं के बराबर था. जो संपन्न थे वे अपनी शक्ति के बल पर और संपन्न होते चले गए, गरीब गरीब ही बने रहे. അപ്പോൾ ശരിക്കും ഇതിനു വേണ്ടി എന്താണ് ചെയ്തത്? നമുക്ക് ഒരു ബെറ്റർ ലൈഫ്, അതായത് ആൾക്കാർക്ക് നല്ലൊരു ലൈവ്ലിഹുഡ് ഉണ്ടാവാൻ, നല്ലൊരു ജീവിതം ഉണ്ടാവാൻ എന്തൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്? പുതിയ പുതിയ ബിസിനസ്സുകൾ, പുതിയ കടകളൊക്കെ ഓപ്പൺ ചെയ്തു. പക്ഷേ അതിൻ്റെയൊക്കെ ഗുണം ശരിക്കും റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതായത് ഓൾറെഡി സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാർക്കാണ് അതിൻ്റെ ഗുണം കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കാശുള്ള ആൾക്കാർ വീണ്ടും കാശുള്ളവരായി, അതുപോലെ പാവപ്പെട്ടവർ വീണ്ടും പാവപ്പെട്ടവരായിക്കൊണ്ടിരുന്നു. उद्योगों के विकास ने शहरी जीवन और पूंजीवाद को बढ़ावा दिया. शहरों में मजदूरों की तादाद बढ़ने लगी. गांव के अधिकांश किसान मजदूर बन गए. അപ്പോൾ ശരിക്കും ഈ ഉദ്യോഗങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എന്തിനാണ് ഒരു മേൽക്കോയ്മ വന്നത്? ശരിക്കും ഒരു സിറ്റി ലൈഫ്, ഓക്കെ, നമ്മൾ പറയുമല്ലോ urbanization അല്ലെങ്കിൽ സിറ്റി ലൈഫിനും അതിനോടനുബന്ധിച്ചുള്ള ഒരു ഗ്ലോബലൈസേഷൻ, അതിനൊരു വഴിയാണ് ഉണ്ടായത്. അപ്പോൾ എന്താണ്, സിറ്റീസിൽ നിന്നും ഈ ജോലിക്കാരൊക്കെ ശരിക്കും സിറ്റീസിലോട്ട് പോകാൻ തുടങ്ങി. ജോലിക്കാരൊക്കെ സിറ്റീസിലോട്ട് പോകാൻ തുടങ്ങി. അതും നാട്ടുപ്രദേശത്തുള്ള ആൾക്കാരൊക്കെ ശരിക്കും കർഷകരായിക്കൊണ്ട് വരുന്നു. परिणाम स्वरूप मजदूर संगठन बने, परस्पर विरोधी ट्रेड यूनियन बनी. समाज में अर्थ के महत्व ने व्यक्ति को आर्थिक दृष्टि से अनेक वर्गों में बांट दिया. इसी तरह औद्योगिक विकास ने ग्रामीण व्यवस्था को छिन्न भिन्न कर दिया. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്താണ് ഉണ്ടായി വന്നത്? ഇതിൻ്റെയൊക്കെ ഒരു ഔട്ട്പുട്ട് എന്തായിരുന്നു? ശരിക്കും രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞു എന്ന് പറയാം. അതായത് കാശുള്ളവരും കാശില്ലാത്തവരും എന്നുള്ള രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞു. ട്രേഡ് യൂണിയൻസ് ഉണ്ടായി. അത് മാത്രമല്ല, ആൾക്കാർ ഏത് രീതിയിലാണ് രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞത്? സാമ്പത്തികമായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഗ്രാമങ്ങളുടെ ഒരു വ്യവസ്ഥയുണ്ടല്ലോ, അതെല്ലാം തകർന്നടിഞ്ഞു. स्वतंत्रता के पश्चात हमारे समाज में सभी क्षेत्रों में समान चिंतन के क्षेत्र में भी बदलाव आया. साहित्य की अन्य विधाओं के साथ साथ हिंदी कहानी ने भी अपनी राह बदली. स्वतंत्रता के बाद विभिन्न कहानी आंदोलनों के कहानी लेखन होने लगा. इस तरह कहानी के विषय बदल गए, कहानी का स्वरूप बदल गया. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷം, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എല്ലാ ഫീൽഡിലും ഉള്ള ചിന്താഗതി മാറിക്കൊണ്ടേയിരുന്നു. അപ്പോൾ നമ്മുടെ ഒബ്വിയസ് ആയിട്ട് നമ്മുടെ കഥാസാഹിത്യവും അതിൽ എഫക്റ്റഡ് ആയി. അതുകൊണ്ട് തന്നെ അതിന് മുന്നേ ഉള്ള, അതായത് സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉള്ള ഒരു രചനകളോ അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയോ അല്ല നമുക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കഥകളിൽ കാണാൻ കഴിയുന്നത്. അതിൻ്റെ രൂപം കംപ്ലീറ്റ് മാറി, അതിൻ്റെ ആ സ്വരൂപം തന്നെ കംപ്ലീറ്റ് മാറിപ്പോയി.
അങ്ങനെയാണ് നമ്മുടെ नई कहानिയുടെ स्टार्टिंग। सो नई कहानी 1950 के उपरांत हिंदी कहानी के क्षेत्र में एक नए आंदोलन का प्रवर्तन हुआ जिसे കഹാനി ആന്തോളൻ സംജ്ഞ दी गई है। ഓക്കെ, അപ്പോൾ 1950s ശേഷം ഒരു പുതിയ രീതിയിലുള്ള എഴുത്ത്, കഥകളിൽ ഒരു പുതിയ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെ ഉണ്ടായി തുടങ്ങി. അതിനെയാണ് नई कहानी എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, इस आंदोलन के प्रमुख रचनाकारों में राजेंद्र यादव, निर्मल वर्मा, कमलेश्वर, मोहन राकेश आदि के नाम उल्लेखनीय हैं. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു റൈറ്റിങ്ങിന് എന്താ പറയുക ചുക്കാൻ പിടിച്ച ആൾക്കാരെന്ന് പറയുമ്പോൾ രാജേന്ദ്ര യാദവ്, നിർമ്മൽ വർമ്മ, കമലേശ്വർ, മോഹൻ രാകേഷ് ഇവരൊക്കെയാണ് അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ. ആരൊക്കെയാണ്? രാജേന്ദ്ര യാദവ്, നിർമ്മൽ വർമ്മ, കമലേശ്വർ, മോഹൻ രാകേഷ്. नई कहानी के प्रवर्तकों ने यह घोषित किया कि नई कहानी का लक्ष्य नए भावबोध या आधुनिकता बोध पर आधारित जीवन के यथार्थ अनुभव का चित्रण करना है. അപ്പോൾ ശരിക്കും ഈ നെയ് കഹാനിയുടെ പ്രവർത്തകർ എന്താണ് ചെയ്തത്? നമ്മുടെ റിയൽ ലൈഫിൽ, അതായത് നമ്മുടെ റിയൽ ലൈഫിനെ, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ലൈഫിനെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല, ഈ പഴയ നമ്മൾ പറയില്ലേ ഈ ഓർത്തഡോക്സ് ആയിട്ടുള്ള ചിന്താഗതിയൊക്കെ മാറ്റി നിർത്തി തീർച്ചയായിട്ടും മോഡേൺ ആയിട്ടുള്ള ചിന്താഗതി റൈറ്റിങ്ങിൽ കൊണ്ടുവരാനും അവർ ശ്രമിച്ചിരുന്നു. उन्होंने कहानी पर किसी भी प्रकार के बाह्य तत्व, विचार, सिद्धांत या उपदेश के आरोपण को अस्वीकार किया, क्योंकि उनके विचार से कलाकार या कहानीकार जीवन या समाज के किसी भी आदर्श या परंपरागत व्यवस्था में बंधा हुआ नहीं है. അപ്പോൾ ഈ റൈറ്റേഴ്സൊക്കെ ആക്ച്വലി എന്താ ചെയ്തത്? ഈ കഥകളുടെയും റൈറ്റിങ്സിൻ്റെയൊക്കെ ബാഹ്യമായിട്ടുള്ള തത്വമുണ്ടല്ലോ, ബാഹ്യമായിട്ടുള്ള തത്വം, തോട്ട്സ്, സിദ്ധാന്തങ്ങൾ, അഡ്വൈസസ്, ഉപദേശങ്ങൾ, അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ കൽപ്പിതമായിട്ടുള്ള ചില നിയമങ്ങളുണ്ടല്ലോ, അതിനെയൊക്കെ അവർ ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർ എന്താ വിശ്വസിച്ചിരുന്നത്? ശരിക്കും കലയായാലും കലാകാരന്മാരായാലും കഥയായാലും അതെല്ലാം തന്നെ പ്രത്യേകിച്ചൊരു വ്യവസ്ഥയിൽ ഒതുക്കി നിർത്താൻ പറ്റുന്നതൊന്നുമല്ല എന്നവർ വിശ്വസിച്ചിരുന്നു. വഹ കേവൽ അപ്നെ ആപ് കെ പ്രതി ആബദ്ധ യാ പ്രതിബദ്ധ ഹെ. അപ്പോൾ ഈ ശരിക്കും സ്റ്റോറീസ്, നെയ് കഹാനി അല്ലെങ്കിൽ ആ എറയിലുള്ള സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ എങ്ങനത്തെ ആയിരിക്കണം? അതിന് പ്രതിബദ്ധത അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവേണ്ടത് സ്വയം അതിനോട് തന്നെയാണ്. രാജേന്ദ്ര യാദവ് കെ ശബ്ദോമേ, ഇനി രാജേന്ദ്ര യാദവ് പറഞ്ഞതാണ് നെയ് കഹാനിയെ പറ്റി. മാനവത, രാഷ്ട്രീയത, സത്യ, धर्म, नैतिकता, प्राचीन गौरव आदि सब छलावे हैं जिनके प्रति कलाकार का आस्थावान होना अनुचित है. അപ്പോൾ എന്താണ് രാജേന്ദ്ര യാദവ് പറഞ്ഞേക്കുന്നത്? അദ്ദേഹം പറഞ്ഞേക്കുന്നത് മാനുഷിക പരിഗണന അല്ലെങ്കിൽ മാനവത, അതുപോലെ തന്നെ പൊളിറ്റിക്സ്, സത്യം, ധർമ്മം, മൊറാലിറ്റി, പിന്നെ പരമ്പരാഗതമായിട്ടുള്ള ഒരു പ്രൗഢി, ഇതെല്ലാം തന്നെ പച്ചക്കള്ളമാണ്. ഇതിനോടൊക്കെ കമ്മിറ്റ്മെൻറ്റ് കാണിക്കാൻ ഉതകുന്ന ഒരാളാകരുത് ഒരു റൈറ്റർ എന്നാണ് അദ്ദേഹം രാജേന്ദ്ര യാദവ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താണ് രാജേന്ദ്ര യാദവ് പറഞ്ഞേക്കുന്നത്? രാജേന്ദ്ര യാദവ് കെ ശബ്ദോമേ മാനവത, രാഷ്ട്രീയത, സത്യ, ധർമ്മ, നൈതികത, प्राचीन गौरव आदि सब छलावे हैं जिनके प्रति कलाकार का आस्थावान होना अनुचित है. इस तरह हम कह सकते हैं कि नया कहानीकार न अतीत के आदेशों से जुड़ा है और न भविष्य के सपनों से. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് എന്ത് പറയാൻ കഴിയും? നമ്മുടെ ഈ കഹാനിക്കാർ, റൈറ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ, സ്റ്റോറി റൈറ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ, അവരെന്താണ് പഴയത്, അതായത് ഹിസ്റ്ററി ആയിട്ടും കണക്റ്റഡ് അല്ല, അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറുമായിട്ട് കണക്റ്റഡ് അല്ല, അവർ ആ പ്രസൻറ്റിൽ നിന്നുകൊണ്ടാണ് കഥകൾ എഴുതുന്നത്. വഹ് വർത്തമാൻ മേ और वर्तमान भी केवल अपने भोगे हुए यथार्थ को अपनी दृष्टि का केंद्र बनाता है. അപ്പോൾ എന്താണ് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ആ പ്രസൻറ്റ് സിറ്റുവേഷൻ, ആ പ്രസൻറ്റ് സിറ്റുവേഷനിലും സ്വയം അനുഭവിച്ച കാര്യങ്ങൾ, അതായത് എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളെപ്പറ്റി മാത്രം വളരെ റിയലിസ്റ്റിക് ആയിട്ട് എഴുതുന്ന ആരോ അവരാണ് ആക്ച്വലി യഥാർത്ഥ റൈറ്റേഴ്സ്. इस प्रकार नई कहानी में व्यक्तिवाद, यथार्थवाद, अनुभूतिवाद एवं आधुनिकतावाद की प्रतिष्ठा हुई, जिसके फलस्वरूप वह जीवन, समाज और राष्ट्र के व्यापक परिवेश से कटकर कहानीकारों के वैयक्तिक जीवन की निजी सीमाओं से आबद्ध हो गई.
അപ്പോൾ അങ്ങനെ പോയി നെയ് കഹാനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ പേഴ്സണൽ കാര്യമായി, വളരെ വ്യക്തി കേന്ദ്രീകൃതമായി, റിയലിസ്റ്റിക്കായി എക്സ്പീരിയൻസ് ചെയ്യുക, അതായത് അനുഭൂതി ഉണ്ടാക്കുക, അതായത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ എഴുതുന്ന രീതിയിലേക്കും അതുപോലെ തന്നെ വളരെ മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും തിരിഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ജീവിതമായിക്കോട്ടെ, സൊസൈറ്റി ആയിക്കോട്ടെ, പൊളിറ്റിക്സ് ആയിക്കോട്ടെ, ഇതെല്ലാം മാറ്റി നിർത്തിയിട്ട് നമുക്ക് റൈറ്റേഴ്സിനെ പറ്റി വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം ഉണ്ടാക്കിയെടുക്കാനും ഇങ്ങനത്തെ റൈറ്റിങ്സ് കൊണ്ട് ഗുണമുണ്ടായി. ഓക്കെ, കാരണം അവർ എഴുതിയിരുന്നത് കംപ്ലീറ്റ് അവരുടെ എക്സ്പീരിയൻസ് ആണ്, വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് എഴുതിയിരുന്നത്. ഇമാജിനേഷൻ കുറച്ച് പ്രസൻറ്റ് എറയിൽ നിന്നുകൊണ്ടാണ് അവർ കഥകൾ എഴുതിക്കൊണ്ടിരുന്നത്. इसीलिए नई कहानी में व्यक्तिनिष्ठ अहम, काम चेतना, यौनाचार, नारी पुरुष संबंधों का चित्रण प्रमुख रूप से हुआ है. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നെയ് കഹാനിയിൽ ശരിക്കും ഒരു വ്യക്തിയുടെ പേഴ്സണലായിട്ടുള്ള ലൈഫ്, അവരുടെ സെക്ഷുവൽ ഡിസയേഴ്സ്, അതുപോലെ തന്നെ സ്ത്രീ പുരുഷ ബന്ധങ്ങളെപ്പറ്റി വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും പറയുന്നുണ്ട്. नए कहानीकार का क्षेत्र मुख्यतः आधुनिक उच्च मध्य वर्ग है, जिसमें परंपरागत आस्था एवं नैतिक मूल्यों के विघटन के फलस्वरूप दाम्पत्य एवं पारिवारिक जीवन का ही ह्रास दृष्टिगोचर होता है. അപ്പോൾ ശരിക്കും പുതിയ കഹാനിക്കാർ, പുതിയ സ്റ്റോറി റൈറ്റേഴ്സ് ഏത് മേഖലയാണ് അവർ ഊന്നൽ കൊടുത്തത്? ശരിക്കും ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലീസ്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു ബേസിൽ നിന്നുകൊണ്ടാണ് അവർ കഥകൾ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അപ്പർ മിഡിൽ ക്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ശരിക്കും അവരവരുടെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള മൂല്യങ്ങൾ, ഇമോഷൻസ്, ഇതിൽ നിന്നൊക്കെ എന്താ പറയുക, നമ്മൾ പറയില്ലേ, വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ അവരുടെ ഫാമിലി ലൈഫും ദാമ്പത്യ ജീവിതവും എല്ലാം തകരാറിലാവുന്ന ഒരു കാഴ്ചയൊക്കെയാണ് നമുക്ക് ഈ കഥകളിലൂടെ കാണാൻ കഴിയുക. नए भावबोध की स्थापना के लिए नए कहानीकार को अनेक पुरानी मान्यताओं से संघर्ष करना पड़ा. അപ്പോൾ ശരിക്കും പുതിയ ബോധങ്ങൾ അല്ലെങ്കിൽ പുതിയ കോണ്ടൻറ്റ്, പുതിയ ചിന്താഗതിയെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി പഴയതിനെ സൈഡ് ലൈൻ ചെയ്യലേ നമ്മുടെ സ്റ്റോറി റൈറ്റേഴ്സിൻ്റെ മുന്നിലുള്ള വഴിയുണ്ടായിരുന്നു. ഒരു പഴയ റൂഢിവാദി അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങളെയൊക്കെ കളഞ്ഞ് ആ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണ് ആക്ച്വലി ആവശ്യം, അതിനെപ്പറ്റി മാത്രമാണ് ഫോക്കസ് ചെയ്തത്. जो बात सन 1950 से चली आ रही थी, उसे 1956 की कहानी पत्रिका के नववर्षांक में सैद्धांतिक रूप दिया गया. അപ്പോൾ ശരിക്കും 1950s മുതൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ചിന്താഗതിക്ക് 1956 ആയപ്പോഴത്തേക്കും കഹാനി പത്രികയിൽ ഒരു കോളം കിട്ടി. അതായത് ഈ പുതിയ സൈദ്ധാന്തികമായിട്ടുള്ള എന്താ പറയുക രീതിയെപ്പറ്റി 1956 കഹാനി പത്രികയിൽ ഒരു പേജ് കിട്ടി, അല്ലെങ്കിൽ അതിനെപ്പറ്റി പരാമർശിച്ചത് കഹാനി പത്രികയിലാണ്. എപ്പോഴാണ്? 1956. ഇങ്ങനൊരു തോട്ട് 1950s വന്നു എങ്കിൽ പോലും 1956 കഹാനി എന്ന് പറയുന്ന പത്രികയിൽ, ന്യൂസ് പേപ്പറിൽ ഇതിനെപ്പറ്റി ഒരു എന്താ പറയുക, ഒരു ആർട്ടിക്കിൾ വന്നത് എന്ന് നമുക്ക് പറയാം. यह रूप नई कहानी की घोषणा थी. यह साहित्यिक संयोग ही माना जा सकता है कि जब निकष, संकेत और हंस के विशेष संस्करणों में मोहन राकेश, मार्कंडेय, हरिशंकर परसाई आदि की नई कहानियाँ छपी और मुक्तिबोध, केदारनाथ और श्रीकांत वर्मा की नई कविताएं. അപ്പോൾ ശരിക്കും ഇതായിരുന്നു, ഈ ഒരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 1956 കഹാനി എന്ന് പറയുന്ന പത്രികയിലാണ് ഈ നെയ് കഹാനിയെ പറ്റി ആദ്യമായിട്ടൊരു ആർട്ടിക്കിൾ വരുന്നത്. ഇത് ശരിക്കും ഒരു അനൗൺസ്മെൻ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് നെയ് കഹാനി എന്നുള്ളതിൻ്റെ അനൗൺസ്മെൻറ്റ് എന്ന് തന്നെ നമുക്കിതിനെപ്പറ്റി പറയാം. അതുകൊണ്ട് തന്നെ ഇതൊരു നിയോഗമാണ്. എന്താണ്? ആ സമയത്തുള്ള ഫേമസ് പത്രങ്ങൾ ഏതൊക്കെയായിരുന്നു? നികഷ്, സംകേത്, ഹൻസ്. ഇതിൻ്റെയൊക്കെ മെയിൻ എഡിഷൻസിൽ മോഹൻ രാകേഷ്, മാർക്കണ്ഡേയ്, ഹരിശങ്കർ പെർസായി ഇവരുടെയൊക്കെ നെയ് കഹാനികൾ വരികയും പബ്ലിഷ് ആവുകയും, അതുപോലെ തന്നെ മുക്തിബോധ്, കേദാർനാഥ്, ശ്രീകാന്ത് വർമ്മ ഇവരുടെയൊക്കെ പുതിയ നെയ് കവിതകൾ പബ്ലിഷ് ആവുകയും ചെയ്തു ഒരേ സമയത്ത്. यह प्रश्न यहाँ विचारणीय नहीं है कि नई कहानी पहले आरंभ हुई या नहीं, या नई कविता, परंतु इतना स्पष्ट है कि नई कहानी का मूल संवेदना विद्रोहात्मक नहीं थी, बल्कि उसने व्यक्ति की संचेतना को सामाजिक परिवेश और यथार्थ के बीच प्रतिष्ठित किया.
अनुभूति की प्रामाणिकता ने लेखक को कालखंड के एक विशेष संदर्भ से जोड़ दिया. അപ്പോൾ ശരിക്കും നെയ് കഹാനിയാണോ നെയ് കവിതയാണോ ആദ്യം ഉണ്ടായത് എന്നുള്ളത് അതൊരു എന്താ പറയുക, ഒരു അൺവാണ്ടഡ് ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. പക്ഷെ നമുക്ക് ഇത്ര ഉറപ്പിച്ച് പറയാം, എന്താണ് ശരിക്കും ഒരു മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻഡെപ്തിലുള്ള ഫീലിങ്സ് അതിനെ പറ്റിയൊക്കെ വളരെ വ്യക്തമായിട്ടും റിയലിസ്റ്റിക്കുമായിട്ടും പ്രസൻറ്റ് ചെയ്യാനാണ് നെയ് കഹാനി ശ്രമിച്ചത്. അതൊരിക്കലും റെവല്യൂഷൻ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ശരിക്കും എക്സ്പ്രഷൻ ഓഫ് ഫീലിങ്സ് ആയിരുന്നു, അതും വളരെ റിയലിസ്റ്റിക് ആയിട്ട്. नई कहानी की परंपरा के विकास में अनेक महत्वपूर्ण तत्वों का योगदान रहा है. അപ്പോൾ ഒബ്വിയസ് ആണ് നെയ് കഹാനിയുടെ ആ ഒരു എന്താ പറയുക, അതിൽ ഒരുപാട് തന്നെ ഒത്തിരി തത്വങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റിൽ. नई कहानी की वैचारिक परंपरा तथा पृष्ठभूमि के निर्माण में दो रूपों में प्रभाव परिलक्षित होते हैं. भारतीय स्वतंत्रता के माध्यम से नए जीवन मूल्यों की स्थापना हुई. भारतीय जनजीवन में नई व्यवस्था की स्थापना हुई. हिंदी भाषा भाषी प्रदेशों में नई चेतना की लहर दौड़ गई तथा धीरे धीरे कथा साहित्य में वैयक्तिक चेतना की चित्रण का आग्रह बढ़ने लगा. അപ്പോൾ ശരിക്കും നെയ് കഹാനി അതിൻ്റെ ഒരു പാരമ്പര്യം, അതിൻ്റെ ആ പാരമ്പര്യത്തിൻ്റെ ഒരു പൃഷ്ഠഭൂമി രണ്ട് രീതിയിലാണ് അത് എഫക്റ്റ് ചെയ്തത്. എങ്ങനെയാണ്? ശരിക്കും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടി, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടി തന്നെ പുതിയ പുതിയ ജീവിത രീതികളും പുതിയ ലൈഫ് സ്റ്റൈൽസ്, പുതിയ കാഴ്ചപ്പാടുകളൊക്കെ വന്നു തുടങ്ങി, പുതിയ വ്യവസ്ഥകൾ ഉണ്ടായി തുടങ്ങി. അതുമാത്രമല്ല, ഹിന്ദിയെ സ്നേഹിക്കുന്ന, അതായത് ഹിന്ദി പറയുകയും അതിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആൾക്കാർ, അവിടെയൊക്കെ ഒരു പുതിയ തോട്ട്, പുതിയ ലൈഫ് സ്റ്റൈൽ, പുതിയ ജീവിത രീതി, എന്താ പറയുക, അതൊക്കെ ഭയങ്കരമായിട്ടും ഉണ്ടായി തുടങ്ങി. അപ്പോൾ അതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് കഥാസാഹിത്യത്തിലും ഉണ്ടായി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കഥാസാഹിത്യത്തിൽ വ്യക്തിപരമായിട്ടുള്ള എക്സ്പീരിയൻസസിൻ്റെ ഒരു അത് കൺവേ ചെയ്യാനാണ് സ്റ്റോറീസ് ആ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. इन समस्त स्थितियों ने नई कहानी की वैचारिक परंपरा और पृष्ठभूमि को आंतरिक रूप से प्रभावित किया और इसी प्रकार चेतना प्रवाह, अस्तित्ववाद तथा पश्चिमी अति आधुनिकतावादियों ने नई कहानी की वैचारिकता को बाहरी प्रभाव के रूप में प्रभावित किया. അപ്പോൾ ശരിക്കും ഈ കംപ്ലീറ്റ് അവസ്ഥകൾ, ഈ പുറമേക്കുള്ള എല്ലാ അവസ്ഥകളും നമ്മുടെ സ്റ്റോറീസിനെ എഫക്റ്റ് ചെയ്യുകയും അതിൻ്റെ ആ ഒരു ഫ്ലോയെ നല്ല രീതിയിലുള്ള എഫക്റ്റ് അതിന് കൊണ്ടുവരികയും ചെയ്തു. एक और जहाँ परिवार का परंपरागत स्वरूप टूटा, वहीं दूसरी ओर स्त्री स्वतंत्रता के कारण युवा स्त्रियों के स्वरूप में परिवर्तन आया. അപ്പോൾ ഒരു സ്ഥലത്ത് എന്താണ്, നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു ഫാമിലിയുടെ ആ ഒരു സ്ട്രക്ചർ അത് കംപ്ലീറ്റ് തകർത്തു. പക്ഷെ അതേ സമയത്ത് സ്ത്രീ സ്വാതന്ത്ര്യത്തെ പറ്റിയും സ്ത്രീ സ്വാതന്ത്ര്യത്തിലൂടെ സ്ത്രീക്കൊരു പുതിയ രൂപം കൊടുക്കാൻ അതിന് കഴിഞ്ഞു. जो स्त्रियां आजीविका के साधन स्वयं जुटाती थी, उनकी मानसिकता में धीरे धीरे व्यापक परिवर्तन आया और इस प्रकार उन्होंने जीवन और चिंतन के स्तर पर पुरुषों के समान ही स्वयं को प्रस्तुत करने की कोशिश की. അപ്പോൾ ശരിക്കും ഏൺ ചെയ്യുന്ന സ്ത്രീകൾ, അതായത് ജോലി ചെയ്യുകയും സമ്പാദിക്കുകയും ചെയ്യുന്ന സ്ത്രീകളുടെ മാനസികാവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അത് അവരുടെ ചിന്താഗതിയെയും അതുപോലെ ഈ ഫെമിനിസം അല്ലെങ്കിൽ ഇക്വാളിറ്റിക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു താല്പര്യത്തിനെ ഉണർത്തി. കാരണം അവരൊക്കെ ഏൺ ചെയ്യുന്ന സ്ത്രീകളായിരുന്നു. അപ്പോൾ ഒബ്വിയസ് ആയിട്ട് എന്താണ്, അതിന് മുന്നേ ഉള്ള ഒരു കാഴ്ചപ്പാടും അതിന് ശേഷമുള്ള കാഴ്ചപ്പാടിലുമൊക്കെ ഒത്തിരി മാറ്റം വന്നു. स्वातंत्र्योत्तर नारी के इस नए रूप को लेकर नए कहानीकारों ने अनेक कहानियाँ लिखी, जिनमें पारिवारिक विघटन से लेकर नारी के इस नए अहम पोषित स्वरूप तक का चित्रण किया गया. അപ്പോൾ ഈ ഒരു കോണ്ടന്റിനെ ബേസ് ചെയ്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം സ്ത്രീകൾക്ക് വന്ന ഈ ഒരു മാറ്റത്തിന്, ഈ ഒരു കോണ്ടന്റിനെ ബേസ് ചെയ്ത് റൈറ്റേഴ്സ് ഒരുപാട് കൃതികൾ രചിക്കുകയും, അപ്പോൾ അവരെന്താണ് ശരിക്കും അവരുടെ റൈറ്റിങ്സിലൂടെ കാണിച്ചത്, ഒരു സൈഡിൽ ഈ ഫാമിലീസ് സ്പ്ലിറ്റ് ആവുന്നത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ രീതിയിൽ തന്നെ സ്ത്രീകൾക്ക് ആ ഒരു നമ്മൾ പറയില്ല, ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു ഈഗോ അല്ലെങ്കിൽ ആ ഒരു എന്താണ് ഇക്വാളിറ്റി, അതിനൊക്കെ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നതും റൈറ്റേഴ്സ് അവരുടെ റൈറ്റിങ്സിലൂടെ കാണിച്ചു തന്നു. निर्मल वर्मा की परिंदे, तीसरा गवाह, माया, दर्पण, डायरी का खेल, मोहन राकेश की एक और जिंदगी, कमलेश्वर की कमरा और गली, मन्नू भंडारी की एखाने आकाशनाई, राजेंद्र यादव की प्रतीक्षा, उषा प्रियंवदा की वापसी, मछलियाँ,
शानी की एक नाव के यात्री, एक संधि और आदि कहानियों में विघटित होते परिवारों तथा आधुनिक अस्तित्व बोध के प्रति सजग नारी का अत्यंत स्वाभाविक चित्रण मिलता है. അപ്പോൾ ശരിക്കും ഏതൊക്കെ റൈറ്റേഴ്സാണ് ഇതിനെ ബേസ് ചെയ്ത്, ഈ ഒരു കോണ്ടന്റിനെ ബേസ് ചെയ്ത് എഴുതിയത്? നിർമ്മൽ വർമ്മ. നിർമ്മൽ വർമ്മയുടെ പരിന്തേ, തീസ്രി ഗവ, മായ, ദർപ്പൺ. ഏതൊക്കെയാണ്? നിർമ്മൽ വർമ്മയുടെ പരിന്തേ, തീസ്ര ഗവ, മായ, ദർപ്പൺ, ഡയറി കാ ഖേൽ. അതുപോലെ തന്നെ മോഹൻ രാകേഷ് की एक और जिंदगी. ഏതാണ്? മോഹൻ രാകേഷിൻ്റെ एक और जिंदगी. കമലേശ്വറിൻ്റെ കമറ और ഗലി. ഓക്കെ, കമലേശ്വറിൻ്റെ കമറ और ഗലി. മന്നു ഭണ്ഡാരിയുടെ എഖാനെ ആകാശ് നായി. മന്നു ഭണ്ഡാരിയുടെ എഖാനെ ആകാശ് നായി. രാജേന്ദ്ര യാദവിൻ്റെ പ്രതീക്ഷ. ഉഷ പ്രിയംവദയുടെ വാപ്പസി. പിന്നെ മച്ലിയ. അതുപോലെ ഷാനിയുടെ ഏക് നാവ് കി യാത്രി, ഏക് സന്ധി ഓർ. ഈ കഥകളിലെല്ലാം തന്നെ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? ശരിക്കും ആ സ്പ്ലിറ്റ് ആവുന്ന ഫാമിലീസും പിന്നെ ഈ മോഡേൺ എറയിൽ സ്ത്രീകൾക്ക് വന്നേക്കുന്ന മാറ്റം, അവരുടെ ആ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ആകാംക്ഷ, ഇതൊക്കെ നല്ല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. स्वतंत्रता के बाद नवयुवक वर्ग की मानसिकता में भी एक व्यापक परिवर्तन दिखाई देता है. आज़ादी के बाद नवयुवक स्वतंत्रता पूर्व के युवक की भांति अमहत्वाकांक्षी अथवा सामाजिक स्थितियों के प्रति तटस्थ नहीं रहा. उसमें स्वतंत्र देश के एक नागरिक की संपूर्ण महत्वाकांक्षाएं तथा हर नई स्थिति से जुड़ने की आकांക്ഷ विद्यमान थी. അപ്പോൾ ശരിക്കും ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം സ്ത്രീകൾക്ക് മാത്രമല്ല യങ്സ്റ്റേഴ്സ്, പുരുഷന്മാരിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതായത് സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉള്ള ആൾക്കാർ വളരെ നോർമൽ ലൈഫ് ആഗ്രഹിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആൾക്കാർ വളരെ അംബീഷ്യസ് ആയിരുന്നു. അതുമാത്രമല്ല ഏത് പ്രോബ്ലത്തിനെയും ഫേസ് ചെയ്യാനും അതിനെയൊക്കെ മറികടന്ന് എന്താ പറയുക, അവർ ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് എത്താനുമുള്ള കഴിവും ധൈര്യവും അവർക്കുണ്ടായിരുന്നു. नई कहानी में स्वातंत्र्योत्तर भारत के इस नए स्वरूप पर भी अनेक कहानियाँ लिखी गई. അപ്പോൾ മാറി വരുന്ന ഈ ഒരു മാനസികാവസ്ഥയെ പറ്റിയും ഒരുപാട് റൈറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് രാജേന്ദ്ര യാദവ് കി തൽവാർ പഞ്ചഹസാരി. എന്താണ്? രാജേന്ദ്ര യാദവിൻ്റെ തൽവാർ പഞ്ചഹസാരി. നയെ നയെ ആനെ വാലെ ഭവിഷ്യവക്ത. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതൊക്കെയാണ്? രാജേന്ദ്ര യാദവിൻ്റെ തൽവാർ പഞ്ചഹസാരി, നയെ ആനെ വാലെ ഭവിഷ്യവക്ത. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അമർകാന്തിൻ്റെ ഛിപ്കലി. ഏതാണ്? അമർകാന്തിൻ്റെ ഛിപ്കലി. ഡിപ്റ്റി കലക്ടറി, ഖൽനായക്, ഹത്യാരെ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് അമർകാന്തിൻ്റെ? ഏതൊക്കെയാണ്? ഛിപ്കലി, ഡിപ്റ്റി കലക്ടറി, ഖൽനായക്, ഹത്യാരെ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ശേഖർ ജോഷിയുടെ ബദ്ബു. ഏതാണ്? ശേഖർ ജോഷിയുടെ ബദ്ബു. നിർമ്മൽ വർമ്മയുടെ സിതംബർ കി ഏക് ഷാം. ഏതാണ്? സിതംബർ കി ഏക് ഷാം. അതുപോലെ തന്നെ കുത്തേ കി മൗത്ത്. ഇതെല്ലാം തന്നെ ഇത്യാദി കഹാനിയാ സ്വാതന്ത്ര്യോത്തർ നവയുവക് കി അവസ്ഥ और अकेलेपन को बड़ी सहजता से रेखांकित करती है. അപ്പോൾ ഈ പറഞ്ഞ കഥകളെല്ലാം തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള, സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള ആ ഒരു യൂത്തിൻ്റെ മാനസികാവസ്ഥയെ കാണിക്കാൻ ബ്രില്യൻ്റായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? രാജേന്ദ്ര യാദവിൻ്റെ തൽവാർ പഞ്ചഹസാരി, നയെ ആനെ വാലെ ഭവിഷ്യവക്ത, അമർകാന്തിൻ്റെ ഛിപ്കലി, ഡിപ്റ്റി കലക്ടറി, ഖൽനായക്, ഹത്യാരെ, ശേഖർ ജോഷിയുടെ ബദ്ബു, നിർമ്മൽ വർമ്മയുടെ സിതംബർ കി ഏക് ഷാം, കുത്തേ കി മൗത്ത്. ഇതെല്ലാം തന്നെ. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാം തന്നെ ഒരു കാര്യം കൂടെ വന്നിട്ടുണ്ട്. ഈ ഒരു മോഡേൺ എറയുടെ ആ ഒരു ലോൺലിനെസ്സിനെയും കാണിക്കാൻ, ആ ഒരു അവസ്ഥയും ലോൺലിനെസ്സിനെ കാണിക്കാനും ഈ കഥകൾ ശ്രമിച്ചിട്ടുണ്ട്. नई कहानी हिंदी का पहला रचनात्मक आंदोलन था. नई कहानी के कहानीकारों में एक और निकट अतीत में भोगी हुई परतंत्रता की पीड़ा थी, तो दूसरी ओर आज़ादी के मिलते ही सांप्रदायिक दंगों की पीड़ा. अतः कहानीकारों ने यथार्थ को वैयक्तिक स्तर पर अनुभव किया. इस कारण कहानी का यथार्थ विस्तृत होने पर भी उसका चित्रण व्यक्तिगत तथा पारिवारिक संबंधों के धरातल पर ही अधिक किया गया. അപ്പോൾ ശരിക്കും നെയ് കഹാനി എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയാണ് ശരിക്കും രചനാത്മക രീതിയിൽ ആദ്യമായിട്ടൊരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്തത് നെയ് കഹാനി. ഓക്കെ, ഈ കഹാനി ഈ റൈറ്റേഴ്സ് രണ്ട് രീതിയിലുള്ള മാനസികാവസ്ഥയിൽ സഞ്ചരിക്കുന്ന ആൾക്കാരായിരുന്നു. ഒന്ന്, സ്വാതന്ത്ര്യത്തിന് മുന്നേ അവരനുഭവിച്ച ആ ഒരു അടിമത്വം.
രണ്ടാമത്, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അവരനുഭവിക്കേണ്ടി വന്ന സാമ്പ്രദായികമായിട്ടുള്ള പ്രശ്നങ്ങൾ, മതേതരമായിട്ടുള്ള വിഷയങ്ങൾ. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ സ്റ്റോറി റൈറ്റേഴ്സ് വളരെ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും റിയലിസ്റ്റിക് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ, അതും എങ്ങനെ നമ്മുടെ ഫാമിലിയുടെ ഒരു ബേസിക് സ്ട്രക്ചറിൻ്റെ കൂടെ പ്രസൻറ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു. आर्थिक दबावों तथा बदले सामाजिक परिवेश के रहते पारिवारिक संबंधों में बदलाव आना निश्चित था. इसी कारण संबंधों में टूटन या ठंडेपन की अनेक कहानियाँ गहन संवेदना के साथ सामने आई. അപ്പോൾ എന്താണ് ശരിക്കും ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ക്രൈസിസ്, അതായത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പരാധീനതകൾ, അത് കാരണം അകന്നു പോകുന്ന റിലേഷൻസ്, പ്രത്യേകിച്ച് ഒരു ഫാമിലി ലൈഫിൽ ഹസ്ബൻഡ് വൈഫിനിടയിലുള്ളത് നോർമലായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയെ വളരെ നല്ല രീതിയിൽ കാണിക്കാൻ പല റൈറ്റേഴ്സും ശ്രമിച്ചിട്ടുണ്ട്. ഭീഷ്മ സഹാനി की कहानी खिलौने में बच्चे के प्रति पिता की सोच में बदलाव दिखाई देता है. അപ്പോൾ അതിലൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമുക്ക് ഭീഷ്മ സഹാനിയുടെ ഖിലോനെ എന്ന് പറയുന്ന സ്റ്റോറി എടുക്കാം. ഓക്കെ, അപ്പോൾ ഭീഷ്മ സഹാനിയുടെ ഖിലോനെ, ആരുടെ? ഭീഷ്മ സഹാനിയുടെ ഖിലോനെ എന്ന് പറയുന്ന ആ ഒരു കഥയിൽ ശരിക്കും ഒരു കുഞ്ഞിനോടുള്ള ഒരു അച്ഛൻ്റെ ചിന്താഗതി അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിൽ വന്ന മാറ്റം നമുക്ക് കാണാം. അതുപോലെ തന്നെ ഉഷാ പ്രിയംവദ, तो दूसरी तरफ उषा प्रियमवदा की वापसी कहानी में पति के प्रति पत्नी की सोच में बदलाव है. അപ്പോൾ ശരിക്കും ഉഷാ പ്രിയംവദയുടെ വാപ്പസി വളരെ ഫേമസ് സ്റ്റോറിയാണ്. ആരുടെ? ഉഷാ പ്രിയംവദയുടെ വാപ്പസി എന്ന് പറയുന്ന സ്റ്റോറിയിൽ നമുക്ക് എന്ത് കാണാം? ശരിക്കും ഒരു ഹസ്ബൻഡിനോട് ഒരു വൈഫിന് വന്ന ആ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് നമുക്ക് കാണാൻ കഴിയും. സ്ത്രീ പുരുഷോ കെ കാം സംബന്ധവും കാ ഭി യഹാ നിർഭീക് ചിത്രം മിൽത്താ ഹൈ. അപ്പോൾ ശരിക്കും സ്ത്രീ പുരുഷ സംബന്ധത്തിലുള്ള ആ ഒരു സെക്ഷൽ ഡിസൈർസ്, ആ ഒരു അവസ്ഥകൾ, അതിനെപ്പറ്റിയും വളരെ ഒട്ടും മറയില്ലാതെ തന്നെ റൈറ്റേഴ്സ് പറയുന്നുണ്ട്. മഹേന്ദ്ര ഭല്ല की एक पति के नोट्स कहानी खुले चित्रण के कारण ही चर्चित हुई. അപ്പോൾ ഈ സെക്ഷൽ ഡിസൈർസിനെ പറ്റി വളരെ ഓപ്പൺ അപ്പ് ചെയ്ത് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് മഹേന്ദ്ര ഭല്ലയുടെ ഏക് പത്തി കെ നോട്ട്സ് എന്ന് പറയുന്ന കഥ വളരെ പ്രസിദ്ധി ആർജിച്ചത്. ആരുടെയാണ്? മഹേന്ദ്ര ഭല്ലയുടെ ഏക് പത്തി കെ നോട്ട്സ്. എങ്ങനെ? ഏക് പത്തി കെ നോട്ട്സ്, മഹേന്ദ്ര ഭല്ല. नई कहानी की कहानियाँ अधिकांश मध्य वर्ग पर केंद्रित है. आंदोलन के आरंभ में ग्रामांचल की कहानियाँ अधिक लिखी गई, जिनमें शिवप्रसाद सिंह मार्कंडेय प्रमुख रचनाकार थे. അപ്പോൾ ശരിക്കും നെയ് കഹാനിയുടെ ആ ഒരു കോണ്ടൻറ്റ് അല്ലെങ്കിൽ അവർ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു നെയ് കഹാനിയുടെ സ്റ്റാർട്ടിങ്ങിൽ കൂടുതലും ഗ്രാമങ്ങളെ ബേസ് ചെയ്ത് ആ ഒരു ഒരു പ്രദേശത്തെ ബേസ് ചെയ്തുള്ള സ്റ്റോറീസാണ് എഴുതിക്കൊണ്ടിരുന്നത്. അതിൽ ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആരൊക്കെയാണെന്ന് പറയുമ്പോൾ ശിവപ്രസാദ് സിംഗ്, റേണു, മാർക്കണ്ഡേ, ഇവരൊക്കെയാണ്. ഉൻകി തുലനാമേ കമലേശ്വർ കോ കസ്ബേ കാ കഹാനിക്കാർ മാനാ ഗയ. അപ്പോൾ ഇവരെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കമലേശ്വറിനെ എങ്ങനെയാണ് വിളിച്ചിരുന്നത്? കസ്ബേ കാ കഹാനിക്കാർ, ഒരു കസബയെ പറ്റി ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു കഹാനിക്കാർ. ഓക്കെ, അപ്പോൾ ഇവരെയൊക്കെ വച്ച് നോക്കുമ്പോൾ നമ്മുടെ കമലേശ്വറിനെ എന്ത് പേരിട്ടാണ് വിളിച്ചിരുന്നത്? കസ്ബേ കാ കഹാനിക്കാർ. എങ്ങനെ? കമലേശ്വർ കോ കസ്ബേ കാ കഹാനിക്കാർ നാം ദിയ. बाद में नई कहानी कस्बे और शहर पर केंद्रित हो गई. പിന്നീട് എന്താണ് പറ്റിയത്? ശരിക്കും ഈ നെയ് കഹാനി കസബുകളിലോട്ടും പിന്നെ ഈ സിറ്റിയെ കൂടുതൽ കേന്ദ്രീകരിച്ചും എഴുതപ്പെട്ടു തുടങ്ങി. ग्रामांचल के लेखकों ने भी बाद में शहर आकर बाद में शहर को भी रोमानी दृष्टि से व्यक्त किया. कुल मिलाकर नई कहानी मध्यवर्गीय यथार्थ पर केंद्रित कहानी है. അപ്പോൾ ശരിക്കും ഈ ഗ്രാമങ്ങളെ പറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ പറ്റി എഴുതിയിരുന്ന റൈറ്റേഴ്സ് ആയാലും പിന്നീട് അവർ സിറ്റിയിലോട്ട് വരികയും സിറ്റി ലൈഫിനെ പറ്റിയും അതിൻ്റെ ഉള്ളറകളിലേക്ക് ചെന്നിറങ്ങുകയും കഥകൾ എഴുതുകയും ചെയ്തു. അപ്പോൾ ശരിക്കും നമുക്ക് പറയാം ഈ നെയ് കഹാനി എന്ന് പറഞ്ഞാൽ മിഡിൽ ക്ലാസ് ലൈഫിനെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന കഥകളാണ്. मधुरेश के अनुसार नई कहानी ने राजनीति के प्रति उदासीनता और उपेक्षा का रुख अपनाया. राजनीति का जो स्वरूप सामने आया उसमें उसके कर्णधारों के प्रकार के आदर और विश्वास की कोई गुंजाइश ही नहीं रह गई थी. അപ്പോൾ മധുരേഷ് ജി എന്താണ് പറയുന്നത്? ശരിക്കും ഈ നെയ് കഹാനി എന്താണ് ചെയ്തത്? അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് പൊളിറ്റിക്സിനോട്, രാജനീതിയോട് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര തണുത്ത ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. അതായത് പൊളിറ്റിക്സിനെ പറ്റി വലുതായിട്ട് അവരൊന്നും പരാമർശിച്ചിട്ടില്ല.
राजनीति का जो स्वरूप सामने आया उसमें उसके कर्णधारों के प्रकार के आदर और विश्वास की कोई गुंजाइश ही नहीं रह गई थी. ശരിക്കും ഈ പൊളിറ്റിക്സിൻ്റെ ഒരു രൂപം, ഏത് രൂപമാണോ പുറത്തേക്ക് വന്നത്, ശരിക്കും അതിനെപ്പറ്റി വിസ്തരിച്ച് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ധാരണ അതിനുണ്ടാക്കിയെടുക്കാനുള്ള രീതിയിലുള്ള റൈറ്റിങ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. यही कारण है कि नई कहानी में नेताओं और उनसे जुड़े व्यक्तियों का उल्लेख हमेशा ही नकारात्मक रूप में व्यंग्यात्मक ढंग से हुआ है. नई कहानी का नेतृत्व जिन लेखकों के हाथों में था वे भले ही इस राजनीतिक परिदृश्य के प्रति उदासीन दिखाई देते हों, लेकिन इस राजनीति में विश्वास और आस्था के कारण ही नई कहानी की दो धाराएं स्पष्ट दिखाई देती हैं. അപ്പോൾ ശരിക്കും ഈ കഥാകാരന്മാർ ഈ പൊളിറ്റീഷ്യൻസിനെ പറ്റി എഴുതുമ്പോൾ അത്ര ഭയങ്കര പോസിറ്റീവായിട്ടൊന്നും എഴുതത്തില്ലായിരുന്നു. ഇത്തിരി നെഗറ്റീവായിട്ടൊക്കെ തന്നെയാണ് എഴുതിക്കൊണ്ടിരുന്നത്. ഓക്കെ, പക്ഷേ ഇവരെല്ലാവരും തന്നെ പൊളിറ്റിക്സിൽ വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെയായിരുന്നു. എഴുതിയിരുന്ന ലേഖകന്മാരെല്ലാവരും കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പൊളിറ്റിക്സിനെ പറ്റി എഴുതിയിരുന്നെങ്കിൽ പോലും ഇവരെല്ലാവരും പൊളിറ്റിക്സിൽ വിശ്വസിക്കുക ചെയ്യുന്ന ആൾക്കാരായിരുന്നു, ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ നെയ് കഹാനിയെ രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ കഴിയുന്നത്. രണ്ട് രീതിയിലുള്ള റൈറ്റിങ്സ് നമുക്കതിൽ കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. നെയ് कहानी में विकास की प्रक्रिया निरंतर बनी रही है. एक और जहाँ नई कहानी पुरानी कहानी की जड़वादी स्थिति की प्रतिक्रिया में जीवन के यथार्थ से जुड़कर चली, वही दूसरी ओर इसकी अपनी यात्रा में भी उसने निरंतर प्रगति की है. അപ്പോൾ ശരിക്കും നെയ് കഹാനി എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ശരിക്കും അതെന്താണ് ചെയ്തത്? നമ്മുടെ പുരാനി കഹാനി, പഴയ കഥകളുടെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഇടുങ്ങിയ ചിന്താഗതിയൊക്കെ മാറ്റി നിർത്തി റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വച്ചത്. അതുപോലെ തന്നെ നമ്മുടെ നെയ് കഹാനിയുടെ ഒരു ഡെവലപ്മെൻറ്റിന് അത് വളരെയധികം ഗുണം ചെയ്തു. शुरू में सांकेतिकता, अभिव्यंजना, अछूती कथानुभूतियों की तलाश, यथार्थवादी कलात्मक वेश आदि से अपने को बदलती हुई वह आवाज़, अस्तित्व, संत्रास, विसंगति, अनिर्णय की स्थिति, विश्वबोध, अपरिचय आदि की मानवीय स्थितियों से अपने को जुड़ा हुआ पाती है. इसीलिए आधुनिकता या यथार्थ स्थिति का बोध जीवन दर्शन न होकर जीवन दृष्टि से संबंधित है. शाश्वत या चिरंतन का अस्वीकार है. അപ്പോൾ ആദ്യം എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ ആരും പറയാത്ത, ആൾക്കാർ പറയാൻ ബുദ്ധിമുട്ടുന്ന കാര്യങ്ങളെയാണ് ഇവർ ഫോക്കസ് ചെയ്തത്. അത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള റൈറ്റിങ്ങിലാണ് ഫോക്കസ് ചെയ്തത്. പക്ഷേ പോകെ എന്താണ് പറ്റിയത്? അസ്തിത്വമായിക്കോട്ടെ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, ഒരു ലോൺലിനെസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ രാഷ്ട്രബോധമായിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് നെയ് കഹാനി ഇറങ്ങി ചെല്ലുകയും അതുകൊണ്ട് തന്നെ മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും ഇങ്ങനെ രണ്ട് രീതിയിലും നെയ് കഹാനിക്ക് എത്തിപ്പെടാൻ പറ്റി. राजेंद्र यादव ने नई कहानियों को आज की कहानियाँ कहना ज़्यादा उचित समझा है. उनकी दृष्टि में स्वतंत्रता के बाद के कथाकार का एक संसार वह है जो उसके चारों ओर है और जिससे उसे आतंकित घृणा है, बेहद नफरत है, लेकिन उसमें रहने, टूटने और समझौता करने को वह बाध्य है. അപ്പോൾ രാജേന്ദ്ര യാദവ് എന്താണ് പറഞ്ഞേക്കുന്നത്? അദ്ദേഹം നെയ് കഹാനികളെ ആജ് കി കഹാനി എന്ന് പറയാനാണ് താല്പര്യപ്പെടുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ്? സ്വാതന്ത്ര്യത്തിന് ശേഷം കഥാകാരന്മാർ, അതായത് എഴുത്തുകാർക്ക് ഒരു പുതിയ ലോകം തന്നെയാണ് തുറന്നു കിട്ടിയത്. അത് അവരുടെ ചുറ്റുമുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് ആ കിട്ടിയ നേരത്തെയുള്ള ലോകവും അവർക്ക് കിട്ടിയ അല്ലെങ്കിൽ കൽപ്പിച്ചു കൊടുത്തേക്കുന്ന ആ ലോകത്തോട് അവർക്ക് കിട്ടിയേക്കുന്ന ഭയങ്കരമായിട്ടുള്ളൊരു ദേഷ്യവും വെറുപ്പും ഒക്കെ ഉണ്ട്. കുറേ കോംപ്രമൈസ് ഉണ്ട് അതിൽ. മനുഷ്യൻ തകർന്നു പോകുന്ന ഒരുപാട് അവസ്ഥകളുണ്ട്. ഇതെല്ലാം അവർ ഈ സ്റ്റോറീസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. दूसरा संसार वह है जिसे अपने भीतर से निकालकर उसने बाहर फैला दिया है. उसका निर्माण उसने खुद किया है और जो उसके टूटने, घुटने और खिसकने की घिनौनी तस्वीर को सामने रखता है. उसका असामर्थ्य, पराजय और हताशा का लेखा है, उसकी नियति है. അപ്പോൾ രാജേന്ദ്ര യാദവ് എന്താ പറയുന്നത്? രണ്ട് രീതിയിലുള്ള വേൾഡാണ് നമ്മുടെ റൈറ്റേഴ്സ് ഉണ്ടാക്കി വച്ചേക്കുന്നത്. ഒന്ന് അവരുടെ എന്താ പറയുക, ആക്ച്വൽ വേൾഡ്, അതായത് കോംപ്രമൈസസിൻ്റെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിൻ്റെ, ശ്വാസം മുട്ടലിൻ്റെ കുറേ ബൗണ്ടറീസൊക്കെ ഉള്ളൊരു ലോകം.
അവിടെ അവർ വളരെ അസ്വസ്ഥരാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ലോകം എങ്ങനത്തെയാണ്, അവരുടെ ഫാൻറ്റസി വേൾഡാണ്. അപ്പോൾ അതിൽ അവരുടെ ഇവിടെ ഈ റിയൽ വേൾഡിലുള്ള എല്ലാ കുറവുകളെയും നികത്തിക്കൊണ്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. राजेंद्र यादव ने आज की कहानी के परिवेश और उसके विषम यथार्थ को अत्यंत भावात्मकता के साथ अभिव्यक्ति दी है. उनके शब्दों में आज कलाकार के सामने की दुनिया तो दूसरी है. जो दुनिया उसके सामने है वह उसकी कहानियों, उपन्यासों, कविताओं, चित्रों में उभर रही है और सब मिलकर एक बड़े ही चित्र के डिटेल्स भरते चले जाते हैं. सामने पूरे कैनवास पर छाया बैठा है वह एक नौजवान, माथा झुकाए, घुटनों पर कोहनियाँ टिकाए, हथेलियों में सिर पकड़े, हताश, दिशाहारा, पस्त, बीमार. ഇപ്പോൾ രാജേന്ദ്ര യാദവ് എന്താണ് പറയുന്നത്? ഇപ്പോഴത്തെ ആജ് കി കഹാനിക്ക് ബാരേമേ അതിനെപ്പറ്റി അദ്ദേഹം പറയുന്നത് എന്താണ്? വളരെ ഇമോഷണലായിട്ട് അദ്ദേഹം പറയുന്നത്, ശരിക്കും കലാകാരന്മാരുടെ മുന്നിൽ ഒരു ലോകമുണ്ട്. അവരുടെ ലോകം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ ലോകമാണ്. ഓക്കെ, അവിടെ ആ ലോകം എന്ന് പറയുന്ന കഥകളുടെയും നോവൽസിൻ്റെയും കവിതകളുടെയും ചിത്രങ്ങളുടെയും ഒക്കെയാണ്. അപ്പോൾ ഇതെല്ലാം വളരെ വലിയൊരു ക്യാൻവാസാണ് ഇവർക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻവാസ് വെച്ചുകൊണ്ട് വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ ഈ ഒരു യങ് ജനറേഷൻ അല്ലെങ്കിൽ യങ് എഴുത്തുകാർ അവരുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും, അതായത് വിഷമങ്ങൾ, നിരാശാബോധം, ബുദ്ധിമുട്ടുകൾ, കോംപ്രമൈസ്, അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാത്തിനെ പറ്റിയും വളരെ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. नई कहानी में जहाँ एक और कहानी के नए स्वरूप को प्राप्त किया तथा उसे विधागत मान्यताओं के साथ चित्रित भी किया, वहीं नई जीवन दृष्टि की आड़ में कई लेखकों ने ऐसे प्रयोग भी प्रस्तुत किए जो मात्र प्रयोग ही होकर रह गए. उनमें प्रत्यक्ष अनुभव का व्यापक विश्लेषण, जो कि एक कहानी के लिए आवश्यक है, नहीं दिखाई दिया. അപ്പോൾ ശരിക്കും നെയ് കഹാനിയിൽ ഒരു കാറ്റഗറി, ഒരു പുതിയ സ്വരൂപം, ഒരു പുതിയ രൂപം തന്നെ നമുക്ക് കാണാൻ കഴിയും. അതായത് പുതിയ മോറൽസ് അല്ലെങ്കിൽ പുതിയ ജീവിത രീതികൾ, പുതിയ തോട്ട്സ്. പക്ഷെ അതൊന്നും റിയൽ ലൈഫിൽ പ്രാക്ടിക്കൽ അല്ലാത്ത രീതിയിലുള്ള കുറേ തോട്ട്സ് ആയിരുന്നു ചില റൈറ്റേഴ്സ് മുന്നോട്ട് വച്ചത്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ ചില തോട്ട്സും കാര്യങ്ങളും ആറ്റിറ്റ്യൂഡ്സും ബാക്കി കാര്യങ്ങളും, അതായത് അവർ നിർദ്ദേശിച്ച പല കാര്യങ്ങളും അട്ടർ ഫ്ലോപ്പായിരുന്നു. അതായത് ഒരിക്കലും സക്സസ്ഫുൾ ആയിട്ടില്ല. प्रेक्षകരിലേക്ക് അത് എത്തിയിട്ടില്ല, പാഠകരിലേക്ക് അത് എത്തിയിട്ടില്ല. वही कारण है कि नए लेखकों के द्वारा प्रस्तुत सिद्धांत एक और उनकी उपलब्धियों की सूचना देने लगे, तो दूसरी ओर वे ही उनकी सीमा के रूप में भी प्रस्तुत हुए. प्रत्यक्ष ही वे सिद्धांत प्रत्यक्ष अनुभव के विपरीत पड़ते थे. इसीलिए विचारधारा मात्र के विरुद्ध प्रतिक्रियाएं हुई और प्रत्यक्ष अनुभव पर अतिरिक्त बल दिया गया. नए लेखकों द्वारा बार बार दोहराए जाने वाले अनुभूति, ईमानदारी, सच्चाई आदि शब्द इसी संदर्भ में कुछ अर्थ रखते हैं और इसी पृष्ठभूमि में नवलेखन की विशिष्टता का उद्घाटन करते हैं. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് എന്താണ് പുതിയ ലേഖകന്മാർ പ്രസൻറ്റ് ചെയ്ത ആ ഒരു പുതിയ സിദ്ധാന്തങ്ങളുണ്ടല്ലോ, അതെല്ലാം തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള, അതായത് അവരുടെ കോൺട്രിബ്യൂഷൻസിലൂടെ അവർക്ക് അതായത് അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത കാര്യങ്ങൾ ഒരു സൈഡിൽ കൂടെ നമുക്ക് കാണിച്ചു തരുന്നു. അതേ രീതിയിൽ തന്നെ അവരുടെ ലിമിറ്റേഷൻസ് നമുക്ക് കാണിച്ചു തരുന്നു. ശരിക്കും ഇപ്പോഴത്തെ പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്ത കാര്യങ്ങളാണ് ഇവർ കാണിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കോൺട്രിബ്യൂഷൻസ് പറയുന്ന കൂട്ടത്തിൽ തന്നെ ഇവരുടെ ലിമിറ്റേഷൻസും ഈ ഒരു പ്രവൃത്തിയിലൂടെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ചില തോട്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് തോട്ട്സ് ആയിരിക്കുകയും ചിലത് മാത്രം പ്രാക്ടിക്കലി ലൈഫിൽ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുകയും ചെയ്തു. അതായത് പുതിയ ലേഖകന്മാർ കൂടുതലും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, എക്സ്പീരിയൻസ്, ഓണസ്റ്റി, എന്താണ് ആ ഒരു ഇമാൻദാരി, ക്രെഡിബിലിറ്റി, ഇതിനൊക്കെ പറ്റി അവർ ഒരുപാട് പറയുന്നുണ്ട്. ഇതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ എല്ലായ്പ്പോഴും ഇത് ഫോളോ അപ്പ് ചെയ്യാൻ എല്ലാവർക്കും പറ്റുന്നില്ലായിരുന്നു.